ഇടതുപക്ഷത്തെ വഞ്ചിച്ചോ എന്നതായിരുന്നു ചോദ്യം. ഇടതുപക്ഷത്തിന്റെ അതായത് CPI മത്സരിക്കുന്ന സീറ്റാണ് വയനാട്. സാർ അതിലേക്ക് അധികം കടന്ന് കണ്ടില്ല. രാഹുൽ ഗാന്ധിയിലും BJP-യിലുമാണ് കൂടുതൽ ഫോക്കസ് ചെയ്തത്. ഇതിൽ ഇടതുപക്ഷത്തെ വഞ്ചിച്ചത് രാഹുൽ ഗാന്ധിയുടെ സ്ഥാനാർത്ഥിത്വം വന്നപ്പോൾ തന്നെ വഞ്ചിച്ചതാണ്. അത് ആനിരാജ ആവർത്തിച്ച് പറയുന്നുണ്ട്. ഇന്ന് റിപ്പോർട്ടറിലൂടെ സംസാരിക്കുമ്പോഴും അന്ന് രാഹുൽ ഗാന്ധി ചെയ്ത അതേ തെറ്റ് ഇപ്പോൾ പ്രിയങ്ക ഗാന്ധിയിലൂടെ കോൺഗ്രസ് ആവർത്തിക്കുകയാണ് എന്നതാണ് ആനിരാജയുടെ ടേക്ക്. മാത്രമല്ല CPI സംസ്ഥാന സെക്രട്ടറി ബിനോയ് വിശ്വവും പറയുന്നത് അതുതന്നെയാണ്. അതായത് ഇവിടെ നമ്മൾ കാണേണ്ട ഒരു കാര്യം, ഇവിടെ ഒരു രാഷ്ട്രീയ ധാർമ്മികത എന്ന് പറയുന്ന ഒന്നുണ്ട്. ഇന്ത്യ ബ്ലോക്ക് എന്ന് പറയുമ്പോൾ ഒരു കൂട്ടമായി ഒന്നിച്ചു നിൽക്കാനും നരേന്ദ്രമോദിയെയും NDA-യെയും നേരിടാനും ഒക്കെ തീരുമാനിച്ചതിന് ശേഷം അതേ കക്ഷികളുമായി ദേശീയ നേതാക്കൾ പരസ്പരം മത്സരിക്കുന്ന ഒരു സാഹചര്യമാണ് വയനാട്ടിൽ നമ്മൾ കണ്ടത്. ആനിരാജ വേഴ്സസ് രാഹുൽ ഗാന്ധി. അപ്പോൾ തന്നെ അതായത് കഴിഞ്ഞ ഏപ്രിൽ 26 വിധി എഴുതി കഴിഞ്ഞു. അന്നേരം തന്നെ വഞ്ചിച്ചു കഴിഞ്ഞു. ഇനിയിപ്പോൾ പുതുതായി ഒരു വഞ്ചനയുടെ കാര്യമില്ല, വഞ്ചനയുടെ ഒരു തുടർച്ച എന്നത് വേണം കാണാൻ. പ്രിയങ്ക ഗാന്ധിയെ കമ്പാരിറ്റീവ്ലി രാഹുൽ ഗാന്ധിയുമായി കമ്പയർ ചെയ്യുമ്പോൾ പ്രിയങ്ക ഗാന്ധി ഇന്ദിരാഗാന്ധിയുടെ രൂപസാദൃശ്യം കൊണ്ട് മാത്രമല്ല, പ്രിയങ്ക ഗാന്ധിയുടെ വാചകങ്ങൾ കുറച്ചുകൂടി രാഹുൽ ഗാന്ധിയേക്കാൾ സ്ട്രൈക്കിംഗ് ആയി ഡെലിവർ ചെയ്യാൻ കഴിയുന്ന ഒരു നേതാവാണ് പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. ഇവിടെ ഇപ്പോൾ കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് ഇന്ദിരാഗാന്ധിയുടെ അതേ സാദൃശ്യമുള്ള പ്രിയങ്ക ഗാന്ധി വരുമ്പോൾ ഇന്ന് T സിദ്ദിഖ് പേരുമിട്ട് കഴിഞ്ഞു. രണ്ടാം ഇന്ദിരയുടെ വരവ് എന്നാണ് KPCC വർക്കിംഗ് പ്രസിഡന്റ് T സിദ്ദിഖ് പറഞ്ഞത്. വയനാട്ടിൽ മത്സരിക്കാൻ കണ്ണുണ്ടായിരുന്നു T സിദ്ദിഖിന്. വയനാട്ടിൽ നിന്നൊരു മുസ്ലിം സ്ഥാനാർത്ഥി വേണം എന്നുള്ള ആവശ്യം കാന്തപുരം വിഭാഗത്തിൽ നിന്നൊക്കെ വളരെ ശക്തമായി തന്നെ വന്നതുമാണ്. പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട് അതങ്ങ് കഴിച്ചിലായി എന്നുള്ളതാണ് സത്യം. അല്ലായിരുന്നെങ്കിൽ പ്രിയങ്ക ഗാന്ധി അല്ലാതെ മറ്റാരുടെ പേര് പറഞ്ഞാലും അവിടെ ഈ സ്ഥാനാർത്ഥിത്വത്തിനായിട്ടുള്ള കൂട്ടയടി ഇതേ കോൺഗ്രസിൽ തന്നെ നടക്കുന്നത് നമ്മൾ ഈ ദിവസങ്ങളിൽ ഇരുന്ന് ചർച്ച ചെയ്യേണ്ടി വന്നേനെ. പ്രിയങ്ക ഗാന്ധി ആയതുകൊണ്ട് ഒരു പൊതുസമ്മതയായി ഒരു സ്ഥാനാർത്ഥിയായി അവർ മാറുന്നു എന്നുള്ളതാണ് അവിടുത്തെ ഇപ്പോഴത്തെ കാര്യം. മാത്രമല്ല പ്രിയങ്ക ഗാന്ധി അവിടെ തോൽക്കാനൊന്നും പോകുന്നില്ല. കാരണം വളരെ സുരക്ഷിതമായ മണ്ഡലമാണ്. കന്നി അംഗം അത്രയും സുരക്ഷിതമായ മണ്ഡലത്തിൽ കൊടുക്കുന്ന ഒരു നല്ല ചേട്ടനാണ് രാഹുൽ ഗാന്ധി. പെങ്ങളെ സ്നേഹിക്കുന്ന, അനിയത്തിയെ സ്നേഹിക്കുന്ന, വാത്സല്യനിധിയായ ഒരു വലിയേട്ടൻ. അങ്ങനെയാണ് ഞാൻ രാഹുൽ ഗാന്ധിയെ കാണുന്നത്. അതുകൊണ്ട് തന്നെ ഈ വിഷയത്തിൽ രാഹുൽ ഗാന്ധി ഇതിനപ്പുറം മറ്റൊന്ന് ചെയ്യുമെന്ന് ഞാൻ കരുതുന്നുമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ചേട്ടൻ അനിയത്തിക്ക് കൊടുക്കുന്ന ഒരു സമ്മാനം, സുരക്ഷിതമായ ഒരു മണ്ഡലം, മോള് വിജയിച്ച് കയറുക, ഏട്ടൻ അവിടെയുണ്ട് എന്ന് പറയുന്ന ഒരു രാഹുൽ ഗാന്ധി, അതാണ് നമ്മൾ കാണുന്നത്. ഇവിടെ ഇപ്പോൾ ഈ കുടുംബാധിപത്യം എന്നുള്ള ആ ഒരു ജനറലൈസ് ചെയ്തുകൊണ്ടുള്ള കമന്റ്, അതിൻ്റെയൊക്കെ പ്രസക്തിയൊക്കെ കഴിഞ്ഞുപോയി. കാരണം കോൺഗ്രസ് അത് തന്നെയാണ് എന്നുള്ളത് അവർ തന്നെ സമ്മതിക്കുകയാണ്. കുടുംബാധിപത്യം, കുടുംബം, ഫാമിലി ബാസ്റ്റിയൻ എന്ന് പറയുന്നത് ഇനിയിപ്പോൾ അമേഠിയും റായ്ബറേലിയും മാത്രമല്ല വയനാടും ആ ഫോൾഡിലേക്ക് വരികയാണ്. ഇനി മുതൽ 3 മണ്ഡലങ്ങൾ നെഹ്റു കുടുംബത്തിൻ്റെതാണ്. സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി 3 പേരും റെപ്രസെന്റ് ചെയ്യുന്ന 3 കുടുംബങ്ങൾ അത് കോൺഗ്രസിൻ്റെതാണ്. കോൺഗ്രസിന്റെ കുടുംബ മണ്ഡലങ്ങളായി മാറുകയാണ്. അപ്പോൾ കേരളത്തിലും അതായത് ദക്ഷിണേന്ത്യയിലും അങ്ങനെ ഒരു കുടുംബ മണ്ഡലം ഉള്ളതിൽ നമുക്ക് അഭിമാനിക്കാം എന്നുള്ളതാണ്. 2024 വരുമ്പോൾ 3.64 ലക്ഷമാണ് ഭൂരിപക്ഷം. അത് 2019 രാഹുലിന് കിട്ടിയ 4.5 നിന്ന് കയറ്റി 5 ആക്കുക, അല്ലെങ്കിൽ 4 കടത്തി കുറച്ചുകൂടി കൂട്ടുക എന്നുള്ളതാണ് തങ്ങളുടെ ലക്ഷ്യമെന്ന് കോൺഗ്രസും ലീഗും ഒക്കെ പറഞ്ഞു തുടങ്ങി കഴിഞ്ഞിരിക്കുകയാണ്. രാഹുൽ ഗാന്ധി 2019 മത്സരിക്കാൻ വരുമ്പോൾ തന്നെ പറഞ്ഞത് വയനാട് എൻ്റെ കുടുംബമാണ്. പക്ഷേ ആ കുടുംബത്തിലേക്ക് തിരിഞ്ഞു നോക്കാത്ത ഒരു മുടിയനായ പുത്രനായോ എന്ന് വയനാട്ടുകാർ ഇടയ്ക്കൊക്കെ ചോദിച്ചിരുന്നു എന്നുള്ളതും ഒരു വസ്തുതയാണ്. കാരണം വന്യജീവി പ്രശ്നമടക്കം പല വിഷയങ്ങളും ഉണ്ടായപ്പോൾ കുടുംബത്തേക്ക് ആ മകൻ അത്ര തിരിഞ്ഞു നോക്കിയില്ല. പ്രിയങ്ക ഗാന്ധി അങ്ങനെ ആകില്ല എന്നാണ് ഞാൻ കരുതുന്നത്. കാരണം പ്രിയങ്ക ഗാന്ധി റായ്ബറേലിയിലും അമേഠിയിലും ഒക്കെ നിന്ന് അവിടുത്തെ ഇലക്ഷൻ ക്യാമ്പയിനിങ് അടക്കം മാനേജ് ചെയ്ത ഒരു വ്യക്തിത്വമായതുകൊണ്ട് രാഹുൽ ഗാന്ധിയെ പോലെ ആകില്ല. കുറച്ചുകൂടി കൂടുതൽ സമയം പ്രിയങ്ക ഗാന്ധിയുടെ സാന്നിധ്യം വയനാട് മണ്ഡലത്തിലും കേരളത്തിലും ഒപ്പം സംസ്ഥാന രാഷ്ട്രീയത്തിലും ഒക്കെ ഉണ്ടാകും എന്നുള്ളതാണ് ഞാൻ അനുമാനിക്കുന്നത്. പ്രിയങ്ക മത്സരിക്കണം എന്നുള്ള ആവശ്യം ഉയർന്നപ്പോഴൊക്കെ 2019 വളരെ സജീവമായി തന്നെ ആവശ്യം ഉയർന്നു. മത്സരിച്ചേ പറ്റൂ എന്ന് വരെ പറഞ്ഞു. പക്ഷേ അപ്പോഴും അവർ മത്സരിക്കാൻ തയ്യാറായിരുന്നില്ല. ഇവിടെ ഇപ്പോൾ ഇത് ഏറ്റെടുക്കാൻ ഉള്ള ഒരു റീസൺ, റായ്ബറേലി രാഹുൽ ഗാന്ധി എടുത്തുകൊണ്ട് വയനാടിനെ ഉപേക്ഷിച്ചു എന്ന ഒരു നറേറ്റീവ് എന്തായാലും ഉയർന്നു വരും. അപ്പോൾ അത് മറികടക്കുന്നതിന് ഏറ്റവും നല്ല ഒരു ഷുവർ ബെറ്റ് എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു കാൻഡിഡേറ്റ് അത് പ്രിയങ്ക ഗാന്ധിയാണ്. സഹോദരിയെ, അതായത് എൻ്റെ കുടുംബമാണ് വയനാട്, ആ കുടുംബം നോക്കാൻ എൻ്റെ കുടുംബത്തിലുള്ള ഒരാളെ തന്നെ ഞാൻ ഏൽപ്പിച്ചു. ഇതിൽ നല്ല ഒരാൾ, എനിക്ക് വിശ്വസിച്ചേൽപ്പിക്കാൻ പറ്റുന്ന ഇതിൽ നല്ല ഒരാളില്ല. അതാണ് രാഹുൽ ഗാന്ധി ഈ സ്ഥാനാർത്ഥിത്വ പ്രഖ്യാപനത്തിലൂടെ പറയുന്നത്. ഇത് നേരത്തെ നിങ്ങളൊക്കെ സൂചിപ്പിച്ചതുപോലെ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന് ഏറ്റവും ഗുണം ചെയ്യാൻ പോകുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കേരളത്തിലെ ഈ പ്രസൻസ് തന്നെയാണ്. കാരണം വയനാട് MP എന്ന നിലയിൽ മാത്രമല്ല കേരളത്തിലെ സംസ്ഥാന രാഷ്ട്രീയത്തിൽ കൂടി ഇടപെടുന്ന ഒരു പ്രിയങ്ക ഗാന്ധിയെ കാണാനുള്ള ഒരു സാധ്യതയാണ് 2026 ഉള്ളത്. ഇവിടെ പക്ഷേ ഈ അമേഠി റായ്ബറേലി ഇത് രണ്ടുമല്ലാതെ വയനാട്ടിൽ നിന്ന് ഒരു തുടക്കമിടുന്നു പ്രിയങ്ക ഗാന്ധി എന്നുള്ളതാണ് ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട കാര്യം. അതായത് 2026 കേരളത്തിൽ തെരഞ്ഞെടുപ്പ് നടക്കുകയാണ്. അതുകൊണ്ട് വയനാട്ടിൽ ഫോക്കസ് ചെയ്യുന്ന പ്രിയങ്ക ഗാന്ധി, 2027 തെരഞ്ഞെടുപ്പ് നടക്കുന്ന UP-യിൽ ഫോക്കസ് ചെയ്യുന്ന രാഹുൽ ഗാന്ധി. അതുകൊണ്ടൊക്കെ എന്താണ് ഉണ്ടാകാൻ പോകുന്ന പ്രയോജനം എന്നുള്ളത് നമുക്ക് ആ തെരഞ്ഞെടുപ്പ് വരുമ്പോഴേ പറയാൻ കഴിയുകയുള്ളൂ. ഇവിടെ ഇപ്പോൾ സൗത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ സൗത്തിൽ കർണാടകയിലും തെലങ്കാനയിലും രണ്ടിടത്തും കോൺഗ്രസ് സർക്കാരാണ്. DMK തമിഴ്നാട് ഭരിക്കുന്നു, ഇന്ത്യ മുന്നണി
ഇവർ ഒന്നിച്ചാണ്. അപ്പോൾ കോൺഗ്രസിന് സൗത്ത് എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ഹോൾഡ് ആക്കി മാറ്റുക എന്ന ഒരു ലക്ഷ്യമുണ്ട്. അതിന് കേരളം കിട്ടിയേ തീരൂ. ആ കേരളം കിട്ടണം എന്നുണ്ടെങ്കിൽ പ്രിയങ്ക ഗാന്ധിയെ പോലെയുള്ള ഒരു തലപ്പൊക്കമുള്ള നേതാവ് ഇവിടെ കൂടിയേ തീരുള്ളൂ. കാരണം കെ സി വേണുഗോപാൽ അടക്കമുള്ളവർ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കും എന്നുള്ളത് ഉറപ്പാണ്. മുഖ്യമന്ത്രി കസേരയാണ് കെ സിയുടെ നോട്ടം. അതുകൊണ്ട് തന്നെ മുഖ്യമന്ത്രി കാൻഡിഡേറ്റായി കെ സി വേണുഗോപാൽ വരും. അപ്പോൾ ഇതിനൊക്കെ ഏകോപനം നിർവഹിക്കാൻ കൃത്യമായി ഒരു നല്ല ബാക്ക് റൂം മാനേജർ എന്ന രീതിയിൽ കഴിഞ്ഞ 99 മുതൽ ആക്റ്റീവാണ്. അതായത് 99 ആദ്യം അമേഠിയിൽ സോണിയാഗാന്ധി മത്സരിക്കുമ്പോൾ തൊട്ട് ആക്റ്റീവാണ് പ്രിയങ്ക ഗാന്ധി. അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇത്രയും തെരഞ്ഞെടുപ്പുകൾ മാനേജ് ചെയ്ത ഒരു ബാക്ക് റൂം മാനേജ്മെന്റ് സിസ്റ്റം എന്ന് പറയുന്നത് പ്രിയങ്ക ഗാന്ധിയുടെ കയ്യിൽ ഭദ്രമാണ്. അത് കേരളത്തിൽ കോൺഗ്രസ് ഇക്കുറി 2026 ഗുണം ചെയ്യാനുള്ള ഒരു സാധ്യത ഞാൻ കാണുന്നുണ്ട്. അപ്പോൾ ഒരു ക്യാമ്പയിനർ ബാക്ക് റൂം മാനേജർ എന്നതിൽ നിന്ന് ഒരു കാൻഡിഡേറ്റായി പ്രിയങ്ക ഗാന്ധി മാറുകയാണ്. അതും ഏറ്റവും സേഫ് ആയിട്ടുള്ളൊരു കോൺസ്റ്റിറ്റ്യുവൻസിയാണ്. അവിടെ ഇടതുപക്ഷത്തിന് വലിയ ഒരു വെല്ലുവിളി കൊടുക്കാൻ സാധിക്കും, എൻ ഡി എക്ക് വലിയൊരു വെല്ലുവിളി കൊടുക്കാൻ കഴിയും എന്നൊന്നും ഞാൻ കരുതുന്നില്ല. പ്രിയങ്ക ഗാന്ധിക്ക് ജയിച്ചു വരാനുള്ള എല്ലാ സാധ്യതയും അവിടെയുണ്ട്. ഇന്ന് പ്രിയങ്ക ഗാന്ധി പറഞ്ഞ ഒരു സ്റ്റേറ്റ്മെന്റ്, രാഹുലിന്റെ അസാന്നിധ്യം വയനാടിന് അനുഭവപ്പെടാതെ നോക്കും. അതായത് അസാന്നിധ്യം ഉണ്ടായിരുന്നു, അതൊരു വസ്തുതയാണ്. പ്രിയങ്ക ഗാന്ധിക്ക് അത് നന്നായി മനസ്സിലായിട്ടുമുണ്ട് എന്നുള്ളതാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ നമ്മുടെ വയനാടിനെ സംബന്ധിച്ചിടത്തോളം ഒരു നല്ല പെർഫോമറായി പ്രിയങ്ക ഗാന്ധി മാറുകയാണെങ്കിൽ അതിനെ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ എല്ലാവരും പ്രോത്സാഹിപ്പിക്കണം എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ ടേക്ക്. കാരണം അവരുടെ ഒരു ട്രാക്ക് റെക്കോർഡ് വെച്ച് നോക്കുമ്പോൾ അവർ പെർഫോം ചെയ്യാനുള്ള ഒരു സാധ്യത നല്ല രീതിയിൽ ഞാൻ കാണുന്നുണ്ട്. അത് ആ മണ്ഡലത്തിനും ഗുണകരമാകുന്ന രീതിയിലേക്ക് അവരത് കൊണ്ടുപോകാനുള്ള എല്ലാ സാധ്യതയും നിൽക്കുന്നുണ്ട്. കാരണം അവരുടെ ഒരു തുടക്കമാണ്. ഇത്രയും വർഷം 99 മുതൽ പിന്നിൽ നിന്ന് എല്ലാം നിയന്ത്രിച്ചിട്ടുള്ള ഒരാൾ ഒരു പെർഫോമറായി മുന്നിലേക്ക് വരുമ്പോൾ അവർക്ക് വളരെ നല്ല രീതിയിൽ പെർഫോം ചെയ്യാൻ കഴിയും. അവരുടെ പ്രായവും അതിന് അനുകൂലമാണ്. 52 വയസ്സാണ് അവർക്ക് പ്രായം. രാഹുൽ ഗാന്ധിയുമായി 2 വയസ്സിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ പ്രിയങ്ക ഗാന്ധിക്ക് നല്ല ഒരു സ്റ്റാർട്ടായിരിക്കും വയനാട്ടിൽ. പക്ഷേ അവർ അവിടെ തന്നെ തുടരണം എന്നുള്ളൊരു അഭ്യർത്ഥന കൂടി എനിക്കുണ്ട്. കാരണം അവിടെ മത്സരിച്ച് അതിനുശേഷം പിന്നീട് വീണ്ടും ഫാമിലി ബാസ്റ്റൻ യു പി ആണ് ഞങ്ങളുടെ തട്ടകം, യു പി ആണ് ഞങ്ങളുടെ കുടുംബം എന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് ഓടിപ്പോകരുത് എന്നുള്ളൊരു റിക്വസ്റ്റ് കൂടിയുണ്ട്. ഇനിയാണ് ആനിരാജ ചോദിച്ച ചോദ്യത്തിൻ്റെ പ്രസക്തിയിലേക്ക് കൂടി വന്നു കഴിഞ്ഞാൽ, ആനിരാജ ചോദിച്ചത് എന്താണ്, നിങ്ങൾക്കൊരു പൊളിറ്റിക്കൽ മൊറാലിറ്റി ഉണ്ടോ എന്ന്. അതില്ല. പൊളിറ്റിക്കൽ മൊറാലിറ്റി ഇല്ല എന്നുള്ളത് കോൺഗ്രസ് അക്സെപ്റ്റ് ചെയ്തിട്ട് വേണം ഈ ഫൈറ്റിലേക്ക് വരാൻ. കാരണം CPI മത്സരിക്കുന്നതെന്ന് പറയുമ്പോൾ ഇന്ത്യ ബ്ലോക്കിൽ പുറമേ നിന്നുള്ള പിന്തുണയോ അങ്ങനെയൊന്നുമല്ല. CPI ഇന്ത്യ ബ്ലോക്കിനൊപ്പം തുടക്കം മുതൽ തന്നെ, അതായത് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ യാത്ര മുതൽ ഉള്ള പിന്തുണയും ഒന്നിച്ചുള്ള നിൽപ്പുമാണ്. അങ്ങനെ നിൽക്കുന്ന ഒരു സഖ്യകക്ഷിക്ക് പാർലമെന്റിലേക്ക് ഒരു അക്കൗണ്ട് ഓപ്പൺ ചെയ്യാനായി മറ്റൊരിടത്തും അവർക്ക് വിജയിക്കാൻ കഴിഞ്ഞിട്ടില്ല. അക്കൗണ്ട് ഓപ്പൺ ചെയ്യാൻ ഈ ഉപതെരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയുണ്ടായിരുന്നു. അത് അവർക്ക് കൊടുക്കാമായിരുന്നു. ആ ഒരു ടേക്ക് കൂടി ഞാൻ ഇതിൻ്റെ മുന്നിൽ വെക്കുകയാണ്. വയനാട്ടിൽ മത്സരിക്കുമ്പോൾ റായ്ബറേലിയെക്കുറിച്ച് രാഹുൽ ഗാന്ധി ഒന്നും മിണ്ടിയിട്ടില്ല. അവിടെയും, അതായത് ഏപ്രിൽ 26 തീയതിക്ക് മുമ്പ് തന്നെ ഇടതുപക്ഷത്തോടും വയനാടിനോടുമുള്ളൊരു വഞ്ചന സംഭവിച്ചിട്ടുണ്ട്. നിങ്ങളൊക്കെ വഞ്ചന ഇല്ല എന്ന് പറഞ്ഞാൽ ഒരു വഞ്ചന സംഭവിച്ചിട്ടുണ്ട്. ഫ്രഷായിട്ട് വഞ്ചിച്ചിട്ടൊന്നുമില്ല എന്നുള്ളതാണ് ഈ വിഷയത്തിൽ എൻ്റെ അഭിപ്രായം. ഇനി ഒരു ചോദ്യം അവിടെ ഉയരുന്നത്, ആനി രാജ ഇത്രയും പറഞ്ഞു നിർത്തുമ്പോൾ ഈ ഇന്ത്യ ബ്ലോക്ക് ഉണ്ടാക്കിയത് അത് കേരളത്തിലില്ല എന്ന് കെ സി വേണുഗോപാലും സീതാറാം യെച്ചൂരിയും പറഞ്ഞത് അത് നമ്മൾ മുഖവിലേക്ക് എടുക്കുകയാണെങ്കിലും ഇന്ത്യ ബ്ലോക്കിന്റെ ഫോർമേഷൻ ഇതിനായിരുന്നു. ആ മുന്നണിയിലുള്ള ആളുകൾ പരമാവധി പാർലമെന്റിലേക്ക് എത്തുക എന്നതായിരുന്നു. അപ്പോൾ അതിൽ പ്രിയങ്ക ഗാന്ധി പോയാലും ആനിരാജ പോയാലും, ആനിരാജ ഒരു വനിതാ മുഖം എത്തട്ടെ എന്ന് പറയുന്നത് അവർ വളരെ മാഗ്നാനിമിറ്റി കാണിക്കുന്നുണ്ട്. ആനിരാജ അതേ മാഗ്നാനിമിറ്റി എന്തുകൊണ്ടാണ് ആനിരാജ മത്സരിച്ചപ്പോൾ രാഹുലും കൂട്ടരും കാണിക്കാതിരുന്നത് എന്ന ചോദ്യം ഞാൻ മുന്നോട്ട് വയ്ക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ അന്ന് ആനിരാജയോട് കാണിച്ചതൊരു വലിയ വഞ്ചന തന്നെയാണ്. ഇവിടെ മാഡം പറഞ്ഞു ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ് എന്ന്. അത് ശരിയാണ്, ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധമാണ്. അപ്പോൾ പോരടിക്കുന്നത് CPIയുടെ ആശയത്തോട്, ഇടതുപക്ഷത്തിന്റെ ആശയത്തോട്. അതിനോട് പോരടിക്കുമ്പോൾ എവിടെയാണ് ആശയങ്ങൾ തമ്മിലുള്ള വ്യത്യാസം ഇരിക്കുന്നത് എന്നതുകൂടി ജനങ്ങളോട് പറഞ്ഞു കൊടുക്കണം. കാരണം ഇന്ത്യ മുന്നണി എന്നത് ഒരേ രീതിയിൽ പോകുന്ന ഒരേ ആശയമുള്ള ഒരു മുന്നണിയാണ്. അവരുടെ ആശയം എന്ന് പറയുന്നത് സംഘപരിവാറിനെയും ഫാസിസത്തെയും ഒക്കെ എതിർക്കുകയാണ് എന്നവർ നാഴികയ്ക്ക് 40 വട്ടം പറയുമ്പോൾ പരസ്പരം വീണ്ടും മത്സരിക്കുമ്പോൾ, ഒന്ന് മത്സരിച്ചു വീണ്ടും മത്സരിക്കാൻ പോകുന്നു, ഒരു ഉപതെരഞ്ഞെടുപ്പിൽ പോലും CPIക്ക് ഒരു ചാൻസ് കൊടുക്കാതിരിക്കുമ്പോൾ എവിടെയാണ് ഈ ആശയങ്ങൾ തമ്മിലുള്ള യുദ്ധം എന്നുള്ള ഒരു വിഷയം നിൽക്കുന്നുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കാം. റോബർട്ട് വാദ്രയെക്കുറിച്ച് ഇവിടെ മെൻഷൻ ചെയ്തു പോയല്ലോ. റോബർട്ട് വാദ്ര പറയുന്നത് എന്താണ്, പ്രിയങ്ക ഗാന്ധിയുടെ ഭർത്താവ്, പ്രിയങ്ക മത്സരിക്കുന്നതിന് പൂർണ്ണ പിന്തുണയാണ്, ഒരു നോയും ഇത്തവണ ഞാൻ എടുത്തില്ല എന്നാണ് റോബർട്ട് വാദ്ര പറയുന്നത്. അതിനുശേഷം പറയുന്നത്, ഡോക്ടർ അരുൺ നേരത്തെ ഹിന്റ് ചെയ്തു, ഉചിതമായ സമയം വരുമ്പോൾ ഞാനും പാർലമെന്റിലുണ്ടാകും. അതായത് ആ കുടുംബത്തിൽ നിന്ന് 4ാമതൊരാൾ കൂടി ഇതിനകം തന്നെ ഒരു ആസ്പിരന്റായി നിൽക്കുകയാണ്. അതായത് പ്രിലിമിനറി എക്സാം എഴുതാനായി ഇങ്ങനെ തയ്യാറായി നിൽക്കുകയാണ്. മെയിൻ എക്സാമിന് ഭാര്യ പോകട്ടെ, പാസ്സാകട്ടെ, പ്രിലിംസ് എഴുതി ഞാൻ പിന്നാലെ വരുന്നുണ്ട്, ആദ്യം നീ പൊയ്ക്കോ എന്നാണ് പ്രിയങ്ക ഗാന്ധി വദ്രയോട് റോബർട്ട് വദ്ര പറയുന്നത്. അത് ഓപ്പൺ സ്റ്റേറ്റ്മെന്റുമാണ്. അമേഠി മണ്ഡലത്തിൽ മത്സരം നടന്നപ്പോൾ കഴിഞ്ഞ ഈ തെരഞ്ഞെടുപ്പിൽ തന്നെ എന്താണ് പറഞ്ഞത്, അമേഠിയിൽ ഞാൻ മത്സരിക്കണം എന്നതാണ് ജനങ്ങളുടെ താല്പര്യം എന്നൊക്കെ പറഞ്ഞ് സ്വന്തം ഫ്ലക്സ് വെപ്പിച്ചയാളാണ് ഈ റോബർട്ട് വദ്ര. അതിനുശേഷമാണ് സോണിയാഗാന്ധി മോൻ വേണ്ട, മോനങ്ങ് മാറിയിരി എന്ന് പറഞ്ഞുകൊണ്ട്
തന്റെ വിശ്വസ്തനായ കിഷോരിലാൽ ശർമ്മയെ അവിടെ മത്സരിപ്പിച്ചത്. അതുകൊണ്ടാണ് ഇവിടെ കെ സുരേന്ദ്രൻ അടിച്ചു കയറി വാളിയ എന്ന് പറയുമ്പോൾ അതിന്റെ ഒരു പ്രസക്തി അവിടെ നിലനിൽക്കുന്ന തരത്തിൽ റോബർട്ട് വാദ്ര ഇപ്പുറത്തൊരു സ്റ്റേറ്റ്മെന്റുമായി അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ഈ അളിയനെ ഒന്ന് ഡീൽ ചെയ്യുന്നത് രാഹുൽ ഗാന്ധിക്ക് നന്നായിരിക്കും എന്ന ഒരു കാര്യം കൂടി എനിക്ക് പറയാനുണ്ട്. ഒറ്റ കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. ഇനിയിപ്പോൾ വയനാട് മണ്ഡലത്തിൽ ഭാവിയിൽ ഒരു 10 വർഷം കഴിയുമ്പോൾ റെയ്ഹാൻ രാജീവ് വദ്ര വന്നാലും പ്രിയങ്ക ഗാന്ധിയുടെ മകൻ വന്നാലും മലയാളികൾ സ്വീകരിക്കും. കാരണം രാജീവ് ഗാന്ധിയുടെയും അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെയും ഒക്കെ മുഖച്ഛായ റെയ്ഹാൻ രാജീവ് വദ്രയ്ക്കുമുണ്ട്. അപ്പോൾ ആ രീതിയിൽ ഒരു കുടുംബ മണ്ഡലമായി നമ്മുടെ വയനാട് മാറിയിരിക്കുകയാണ്. മലയാളികൾക്ക് അതിൽ നന്നായി അഭിമാനിക്കാം. ഒറ്റ കാര്യം കൂടി, രാഹുൽ ഗാന്ധിയുടെ ഹാപ്പി ബർത്ത്ഡേ ആണ്. 54 വയസ്സ് തികയുന്ന യുവാവിന് എല്ലാ ആശംസകളും. Meet the editors.